നമസ്കാരം, മുഹ്സിനാണ്. കഴിഞ്ഞ 12 വർഷത്തിലധികമായി കുറ്റിപ്പുറം എളച്ചലം കുന്നുംപുറം സ്വദേശി കരീംക എല്ലാ റംസാൻ മാസത്തിലും തൻ്റെ മാതാപിതാക്കളുടെ നിത്യശാന്തിക്ക് വേണ്ടി, അവരുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി കഞ്ഞി വിതരണം ആരംഭിച്ചിട്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. നമുക്ക് കരീംകയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഈ വരുന്നതാണ് നമ്മൾ പറഞ്ഞ കരീംകയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കരീംക ഏകദേശം കഴിഞ്ഞ 12 വർഷത്തിലധികമായി 2012 തുടങ്ങി വെച്ചത്. അപ്പോൾ ഏകദേശം 12 വർഷമായി ഈ കഞ്ഞി വിതരണം തുടങ്ങിയിട്ട്. അത് എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കരീംകയോട് ചോദിക്കാനുള്ളത് എന്താണ്. കരീംക ഇങ്ങനെ ഏകദേശം ഈ സംഭവം തുടങ്ങി വെച്ച് ഞാൻ കുവൈത്തിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഉമ്മാനെ അനവധി കാലം ഇവിടെ മെഡിക്കൽ കോളേജിലൊക്കെ നോക്കി ഉമ്മാക്ക് സുഖം പ്രാപിച്ചതിന് ശേഷം ഉമ്മ പറഞ്ഞു എന്നോട് മോൻ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇനി തിരിച്ചെന്തെങ്കിലും പോയിട്ട് ജോലി ചെയ്യണ്ടേ, എന്തെങ്കിലും വേണ്ട നമുക്കെന്ന് പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ ആ നിർദ്ദേശപ്രകാരം ഞാൻ വീണ്ടും ഗൾഫിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് എനിക്ക് വിസ ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അടിച്ചു എക്കാമ കിട്ടി എന്ന് പറയാം. എനിക്ക് തിരിച്ചു പോരാൻ പറ്റാത്തൊരവസരത്തിലാണ് ഉമ്മ എന്നോട് വിട പറഞ്ഞു പോയത് നാട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മ വിട പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വേദനയും പ്രയാസങ്ങളുമായിട്ട് ഞാൻ അവിടെ റൂമിൽ കുറച്ച് കാലം നിന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഉമ്മാൻ്റെ ആദ്യത്തെ പരിപാടി ഞാൻ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഞങ്ങളെ മജ്ലിസിനോറും അവിടുത്തെ ഞങ്ങളെ ആലിമീങ്ങളും അതുപോലെ എൻ്റെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഞാൻ ഉമ്മാൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ ഞാൻ ചെയ്യാമെന്ന് എന്നാ കരീമേ, പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്കൊരു കാര്യം ചെയ്യാം. മജ്ലിസിനോറും സലാത്തും നമ്മളൊരു ദിവസമാണ് നമ്മളെ പള്ളിയിൽ വരുന്നത്, നമ്മളെ മജ്ലിസിന്. അപ്പോൾ അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഉമ്മാൻ്റെ പേരിലുള്ള സദക്ക അന്ന് ചെയ്യാറുണ്ട്. അന്ന് അവിടെ വെച്ചിട്ട് ഞാൻ 65 കിലോൻ്റെ മന്തിയും അനവധി 5 കിലോൻ്റെ ചാക്ക് വരുന്ന കിറ്റാണ് അവിടെ. അപ്പോൾ ഒരുപാട് പാവങ്ങൾക്ക് ആ ഉമ്മാൻ്റെ പേരിൽ ഞാൻ അവിടെ പ്രവാസികളായിട്ടുള്ള അവിടുത്തെ നാട്ടുകാർക്ക്, അവിടുത്തെ മിസ്കിമാർ ഒരുപാടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുണ്ട് നമ്മളവിടുത്തെ മാറ്റി മിസ്കിമാർ, പല രാജ്യത്തുനിന്ന് വന്നുകൂടിയവർ, മസ്രയിൽ താമസിക്കുന്നവർ, മരുഭൂമിയിൽ ആടിനെ നോക്കുന്നവർ, ഒട്ടകത്തിനെ നോക്കുന്നവർ, അതുപോലെ കമ്പനിയിൽ വലിയ കമ്പനിയിൽ നാട്ടിലേക്ക് വരാതെ 65ഉം 70ഉം വയസ്സായിട്ട് അവിടെ നിൽക്കുന്ന പ്രവാസികളുണ്ട്. അവരൊക്കെ കണ്ടിട്ട് അവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന ഹദിയൊക്കെ കൊടുത്ത് മരുഭൂമിയിൽ ചെന്ന് ആടിനെ നോക്കുന്നവർക്ക് ഈ കിറ്റും കൊടുക്കും. അങ്ങനെയൊക്കെ പാടെ ഞാൻ ഉമ്മാൻ്റെ ഒക്കെ പരിപാടി അവിടെ വെച്ച് കഴിച്ചു. എന്നതിൻ്റെ അതേ വർഷത്തിന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ആലിമീങ്ങളെത്തും, എൻ്റെ കുടുംബത്തിൻ്റെ അടുത്തും കൂട്ടുകാരെത്തും സുഹൃത്തുക്കളെത്തും ഞാൻ അറിയുന്ന അഹ്ലു ബൈത്തിങ്ങളോടൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. ഉമ്മാൻ്റെ ഫണ്ടുണ്ട് ഇങ്ങനെ, ഞാനിപ്പോൾ നോമ്പിന് വന്നിരിക്കുന്നു, ഉമ്മാൻ്റെ ഒരു ഇത് കഴിക്കണച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആണ്ട് കഴിക്കണച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ട, ആ ഫണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള അന്വേഷിച്ചപ്പോൾ പല ഭാഗത്തു നിന്ന് എനിക്ക് വന്നത് അന്നം കൊടുക്കുക എന്നുള്ളതാണ്. അന്നം കൊടുക്കുക എന്നുള്ളത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എല്ലാവരും പറഞ്ഞു. ഏത് ഭാഗത്ത് പാണക്കാട് അവിടെ ഇവിടെയൊക്കെ പോയി, ഞാൻ പല സ്ഥലങ്ങളിലും പോയി. അപ്പോൾ എന്നോട് നിർദ്ദേശിച്ച് അന്നം കൊടുത്താളാ, അതിന് അന്നം കൊടുത്താളാ, അതല്ലേ നല്ലത്, പുണ്യകർമ്മം അതല്ലേ അറിഞ്ഞ്. അപ്പോൾ എന്ത് അന്നം കൊടുക്കുന്നു വിചാരിച്ച് ഞാൻ വളരെ വിഷമം ചിന്തിച്ചാണ്. എൻ്റെ ഒരു എല്ലാമായ എൻ്റെ കോട്ടപ്പുറത്ത് സീതിക്കോയത്തങ്ങൾ ഞാൻ നാട്ടിലുണ്ടാവുമ്പോഴും നാട്ടിൽ വിഷമിച്ച് പ്രയാസപ്പെട്ട് നടക്കുമ്പോഴും എന്നെ പരിചരിച്ചു, എന്നെ ലാളിച്ചും സ്നേഹിച്ചും നടന്നിരുന്ന എൻ്റെ ആറ്റപ്പൂ എന്ന് തന്നെ പറയാം എൻ്റെ സീതിക്കോയത്തങ്ങൾ കോട്ടപ്പുറത്ത്. അദ്ദേഹം എന്നോട് ജീവിതകാലത്ത് എന്നോട് കൽപ്പിച്ചു, എന്താ കരീമ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും അന്നം കൊടുക്കാനാണ് പറഞ്ഞാൽ എന്താ അന്നം കൊടുക്കുക തങ്ങൾ പാപ്പ വെച്ചപ്പോൾ പറഞ്ഞു, എടാ മമ്പർത്തല്ല ഇപ്പം ചീരാക്കഞ്ഞിയുള്ളൂ, ഇതൊരു 25 കിലോ അരി വെച്ചിട്ട് എൻ്റെ നാട്ടിൽ ഈ റമദാനിൽ കഞ്ഞി വെച്ചാണ് പാരുന്നുള്ളൂ, അതിന് പാത്രമിട്ട് ആൾക്കാരാണ്ട് വന്നോളും. ഇതാണ് ആ വർഷം തന്നെ ഞാൻ 1 കിൻഡലും ഈ 25 1/4 കിൻഡൽ അരിയോളം വെച്ച് കഞ്ഞി വിതരണം ചെയ്തു. അത് 125 കിലോ ആ വർഷം തന്നെ ഞാൻ കഞ്ഞി വെച്ച് പാർന്നു. തങ്ങൾ 25 കിലോനെ എന്നോട് കൽപ്പിച്ച്. അപ്പം ഞാൻ ഒരു ചാക്കും കൂടി 2 ചാക്കും കൂടി എടുക്കുക, ഒരു ചാക്കാദ്യം കൊടുത്ത് പിന്നെ ഒരു ചാക്ക് കൊടുക്കണം, പിന്നെ അത് 30 ദിവസം കൊടുക്കണമല്ലോ. അപ്പം ചെറിയാതെ വന്നപ്പോൾ ഞാൻ പിന്നെയും ചാക്കുകൾ അവിടുന്ന് കൊടുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എല്ലാ വർഷവും മുടങ്ങാതെ കഴിഞ്ഞ കൊല്ലം വരെ എവിടെയും ഒരു ആഴ്ചയും കുറവും വരുത്താതെ നോമ്പ് 30ഉം നോമ്പ് 1 തുടങ്ങി വെച്ചാൽ നോമ്പ് മാസം കണ്ട് തക്ബീർ വാങ്ങുന്നവരെ നമ്മളെ കഞ്ഞിണ്ടാവും. അത് വരുന്ന യാതി വേദം ഒന്നും നമ്മൾ ചോദിക്കാറില്ല. പാത്രം എന്താ നിങ്ങൾ കൊടുക്കണമെന്ന് നോക്കാറില്ല.
ആ കൊടുന്ന പാത്രത്തിൽ അവർക്കും നിറച്ച് കൊടുക്കുക. അത് പള്ളികൾക്ക് കൊണ്ടുകൊണ്ട് പിന്നെ ഇപ്പോൾ കുറേ സ്ഥലങ്ങൾക്ക് ഇപ്പോൾ ആദ്യം എൻ്റെ ഒരു ഓട്ടോറിക്ഷക്കാരുണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് പിന്നെ അഞ്ചുമൂല പൈലിപ്പുറത്തേക്കൊക്കെ കഞ്ഞി ഉണ്ടായിരുന്നു. കുന്നുംപുറം ഈ ഭാഗം മാത്രമല്ല, ഏത് രാജ്യത്തുനിന്ന് വരുന്ന രാജ്യമോ രൂരോ പിന്നെ പേരോ പിന്നെ അതിന്റെ ഗൊലോ ഒന്നും നമ്മൾ ചോദിക്കൂല. പാത്രം ഇവിടെ എൻ്റെ മുമ്പിൽ ചെമ്പിന്റെ ഇട്ട് വന്നോ ഒഴിച്ചു കൊടുക്കുക, എത്ര വേണമെന്നും ചോദിക്കൂല. ഓനിക്ക് മതിന്ന് പറയുമ്പോ ഞാൻ നിർത്തും. ഇതുവരെ വന്നവരാരും ഇവിടെ ആരും വന്നൊരാൾക്ക് ഞാൻ കിട്ടില്ല, കഞ്ഞില്ല എന്ന് പറഞ്ഞിടാറില്ല, അവിടെ കൊടുക്കലുണ്ട്. ഇവിടെ കഞ്ഞി തീരോളം കൊടുക്കും. എത്രയാണ് ആൾ വരുന്നത് അത്രയും ആൾക്ക് ഞാൻ കൊടുത്തിരിക്കും. അതാ എൻ്റെ നീയത്ത്. അതിന് കഞ്ഞി ഉണ്ടാവലുണ്ട്, ബാക്കി ആവലേ ഉള്ളൂ, അല്ലാതെ കുറച്ചിലൊട്ടുമില്ല. അതാ എൻ്റെ കഞ്ഞി. അള്ളാഹു അനുഗ്രഹിച്ചിട്ട് എപ്പോഴും 10 ആൾക്കുള്ള കഞ്ഞി ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അൽഹംദുലില്ലാ. അത് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വളാഞ്ചേരി പള്ളിക്കൽക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ 4-4:30 ആകുമ്പോൾ ഒരു വരും, അവർക്കും പാത്രം നിറച്ചു കൊടുക്കും. അവർ പറയും പാത്രം നിറച്ചു വേണ്ട, ഞാൻ നിറച്ചു കൊടുക്കും. അതിൻ്റെ ഒരു രീതി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിച്ചുകൊണ്ട് ഈ വർഷം വളരെ എനിക്ക് പ്രയാസം ബുദ്ധിമുട്ടും വന്നപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇല്ല, എനിക്ക് ഫണ്ടില്ല സഹായിക്കാൻ, എനിക്കിത് ചെയ്താൽ യാതൊരു ഫണ്ടും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വേദന തോന്നുന്ന ആ സംഭവം ഞാൻ പെങ്ങളായിട്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ആ അവസരത്തിൽ പെങ്ങളിപ്പോൾ അടുത്തന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് എന്നോട് വിട പറഞ്ഞ്. തിങ്കളാഴ്ച മഹരിബ് ബാങ്ക് കൊടുക്കാൻ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഞങ്ങൾ കുടുംബങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. പെങ്ങളെത്തൊക്കെ പാട് നോമ്പ് തുറക്കും, ഓരോരുത്തർ നോമ്പ് തുറന്ന് വരുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പെങ്ങൾ ഞങ്ങളോട് വിട പറഞ്ഞു പോയി. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ പെങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യണം. നോമ്പ് കഴിഞ്ഞ തിങ്കളാഴ്ച നോമ്പ് തുറക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ആ നോമ്പ് ബാങ്ക് കൊടുക്കാൻ 3 മിനിറ്റ് ഉള്ളൂ. ആ സമയത്താണ് ഓള് നമ്മളോട് വിട പറഞ്ഞു പോയത്. തിങ്കളാഴ്ച മരിച്ചു, 6 മണിയുടെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് മരിച്ചു. ഞങ്ങൾ ചൊവ്വാഴ്ച അവളെ 9 മണിക്ക് മറയുകയും ചെയ്തു. അപ്പോൾ അവൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്യണം. പിന്നെ എൻ്റെ മോന്, എൻ്റെ വാപ്പ, എൻ്റെ ഏട്ടന്മാർ, എൻ്റെ ഉമ്മ എല്ലാം മൗത്തായി പോയിരുന്നു. അവർക്കൊക്കെ ഏകനായ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കുടുംബത്തിൽ ബാക്കി. അപ്പം എന്നെ എല്ലാം ഇട്ടിട്ട് അവരെല്ലാവരും പോയി. എൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഈ വീഡിയോ കാണുന്നവർ പ്രത്യേകം ദുആ ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥന അന്ന് ഇതിങ്ങനെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഉമ്മാന്റെ വേണ്ടി തുടങ്ങിയതാണ്. അതിലിപ്പോ അനിയൻ പെട്ടു, ഏട്ടൻ പെട്ടു, മകൻ പെട്ടു. ചെറുപ്പത്തിലെ ഉപ്പജാറ് 1.5 വയസ്സിൽ ഉപ്പ മരിച്ചിരിക്കണേ. ഞാൻ എത്തീമായി ജീവിച്ചാണ്. ഒരുപാട് നാട്ടുകാരുടെ അന്നം തിന്ന് ജീവിച്ച ആളാണ്. ഒരുപാട് ഈ നാട്ടിലും പുറം നാട്ടുകളിൽ നിന്നൊക്കെ അന്നം തിന്ന് ജീവിച്ച ആളാണ്. ചെറുപ്പത്തിൽ 9 വയസ്സിൽ നാട് വിട്ട് തലശ്ശേരിക്ക് നാട് വിട്ടു പോയ ആളാണ്. അപ്പം നമ്മൾ ഈ വർഷം കഞ്ഞി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ വളാഞ്ചേരി പള്ളിക്കന്ന് നമ്മളെ അസ്ലം പാലാറ വിളിച്ചിട്ട് ചോദിച്ചു, കരീം കാക്കോല നമുക്ക് കഞ്ഞി ഉണ്ടാവില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അസ്ലം പാലാറോട് പറഞ്ഞു, അസ്ലമിനോട് പറഞ്ഞു, ഇപ്രാവശ്യം എനിക്ക് പ്രയാസമാണ്, നോക്കട്ടെ, അള്ളാഹു അനുഗ്രഹിച്ചാൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് നാട്ടുകാരോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആരോടും ഇത് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ആരോടെങ്കിലും ഇതിലേക്ക് സംഭാവന ചെയ്യുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് എങ്ങനെയൊക്കെ ചോദിച്ചറിഞ്ഞ് എൻ്റെ ഒരു ഉസ്താദിൻ്റെ മോന് എന്നെ ഒരു സമയത്ത് ഗൾഫിൽ നിന്ന് വിളിക്കുകയും, എന്താ കരീംക്ക കൊല്ലം കഞ്ഞി ഉണ്ടാവില്ല എന്നുള്ള എല്ലാവരും പറഞ്ഞു കേട്ടെങ്കിൽ നിങ്ങളിട്ട് പറയുന്നില്ല ആരോടും. ഞാൻ നാട്ടിൽ അന്വേഷിച്ചേക്ക് എനിക്ക് കിട്ടിയ വിവരമാണത്. അപ്പം എന്താ നിങ്ങൾ കഞ്ഞില്ല എന്ന് പറഞ്ഞു വെച്ചു. അപ്പം ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും. ഇക്കൊല്ലം ഞാൻ 5 കൊല്ലമായില്ലേ കുവൈത്തിൽ നിന്ന് വന്ന്. മോൻ മരിച്ചതിൻ്റെ ശേഷം പിന്നെ എവിടെയും പോയിട്ടില്ലല്ലോ, ഒരു വരുമാനവും ഇല്ല. അപ്പോൾ വല്ലാതെ ഫണ്ടിൻ്റെ അടുത്തില്ല. അപ്പം ഞാൻ തൽക്കാലം ഈ കൊല്ലം വേണ്ടാന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം എൻ്റെ കുട്ടിക്ക് നിഅമത്തും ബർക്കത്തുമൊക്കെ, മോനേതായാലും മരിച്ചു പോയില്ല, മറ്റോ 4 മക്കളാണ് എനിക്ക്, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഓനിക്ക് എന്താ ഹലാഹൈറ ആവുകയാണെങ്കിൽ, എൻ്റെ ബർക്കത്താവുകയാണെങ്കിൽ ഓൻ്റെ ഫണ്ട് കൊണ്ട് തന്നെ ചെയ്യാലോ എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ ആ സുഹൃത്ത്, എൻ്റെ ഉസ്താദിൻ്റെ മോൻ പറഞ്ഞു, കരീംക്ക് നിങ്ങൾ നിർത്തരുത് കഞ്ഞി, പലവരും നിങ്ങളെ കഞ്ഞിക്ക് ആവശ്യപ്പെട്ടവരുണ്ട്, ഞങ്ങളെ കഞ്ഞി കൊണ്ടുപോകലുണ്ട് നാട്ടിൽ വരുമ്പോൾ, നാട്ടിൽ നിന്ന് ഇവിടുന്ന് ലീവിന് വരുമ്പോൾ ഞാൻ കൊണ്ടുപോയി കുടിക്കലുണ്ട്, പക്ഷെ നിങ്ങൾ നിർത്തരുത്, ആഴ്ചക്ക് ഒരു ദിവസം കൊടുക്കാമെന്നുള്ള ഫണ്ട് ആ സഹോദരനോട് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് നെഞ്ഞു പൊട്ടിപ്പോയി. ആ അവസരത്തിൽ ആ സഹോദരൻ്റെ
വാക്കാണ് ഈ കൊല്ലത്ത് ഞാൻ ഈ കഞ്ഞി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ സഹോദരനാണ് ഈ കഞ്ഞിയിലേക്ക്, ഈ കൊടുക്കുന്ന കഞ്ഞിയിലേക്കുള്ള ആദ്യ ഫണ്ട് തന്നത്. അതുകൊണ്ട് ഞാൻ തുടങ്ങി വെച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള ഒരു സഹോദരന് വേണ്ടി പറഞ്ഞ് 10 തേങ്ങയും ഒരു ചാക്ക് അരി ഞാൻ തരാറിഞ്ഞു. മാഷാ അല്ലാ അൽഹംദുലില്ലാ. എൻ്റെ അടുത്തുള്ള ഫണ്ടും കൂടി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആഴ്ചക്ക് 2 ദിവസം കൊടുക്കാന്നുള്ള നിയ്യത്ത് വെച്ചു. ഒരു ഞായറാഴ്ചയും ഒരു വ്യാഴാഴ്ച. അപ്പം ഞാൻ എന്ന് കൊടുക്കുന്നു വിചാരിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. എന്നെ ഞാൻ ചിന്തിച്ചു, ഒരു ദിവസം ഞായറാഴ്ച ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ വന്ന് മേടിക്കാം. അപ്പോൾ ഇവിടെ എല്ലാവരും കച്ചവടക്കാരാണ്, പുറത്ത് പോയി കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വ്യാഴാഴ്ചയാണെങ്കിൽ അവരൊക്കെ കച്ചവടം കഴിഞ്ഞ് വരും ചെയ്യും. പൈങ്ങണ്ണൂരാണെങ്കിലും ഈ പ്രദേശത്തുള്ളവരൊക്കെ ആണെങ്കിലും അവർക്ക് പല രാജ്യങ്ങൾക്ക് കച്ചവടത്തിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മേടിക്കാമല്ലോ. വ്യാഴാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ഒരു വരും, ശനിയാഴ്ച അവർ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കും നമ്മളെ കഞ്ഞി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ യാത്രക്കാരും വഴിയാത്രക്കാരും ഒക്കെ നമ്മുടെ പല പള്ളികൾക്കും പല നാട്ടുകാരും പല രാജ്യക്കാരും പല ദേശക്കാരും ഒക്കെ നമ്മളിന്ന് കഞ്ഞി മേടിച്ചു കൊണ്ടുപോകലുണ്ട്. അങ്ങനെ ഈ വർഷവും ഞാൻ ഈ കഞ്ഞി നിർത്താൻ എൻ്റെ നാട്ടുകാർ എൻ്റെ സുഹൃത്തും സമ്മതിച്ചില്ല. ഞാൻ കഞ്ഞി ആഴ്ചയിൽ 2 പ്രാവശ്യം അവർ ഒരു ആഴ്ചയിൽ ഒരു ദിവസം പറഞ്ഞപ്പോൾ ഞാൻ 2 ദിവസം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അള്ളാഹു തൗഫീക്ക് ചെയ്തിട്ട് ഈ 2 ദിവസം കൊടുക്കാനുള്ള കഞ്ഞിക്കുള്ള സാധനം നമ്മൾ ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ റെഡി ആയിട്ടുണ്ട്. ഈ ആഴ്ചക്ക് വ്യാഴാഴ്ചയും ഞായറാഴ്ചയും കഞ്ഞി നമ്മൾ വിതരണം ചെയ്യാണ് ഇൻഷാ അള്ളാ. അത് നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം. ഇതൊക്കെ ഞാൻ ഈ സ്റ്റൗവിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആ ചെമ്പിനെ പിടിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം ഈ കഞ്ഞിക്ക്. അതാണ് ഏറ്റവും എനിക്ക് വേണ്ടത്. എൻ്റെ ആയസ്സിനും എൻ്റെ എല്ലാത്തിനും. എൻ്റെ പെങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് എന്നോട് ഒഫാത്തായിപ്പോൾ എന്നെ വിട്ട് വിരിഞ്ഞ് പോയി. ഇന്ന് കുടുംബങ്ങളില്ല, എല്ലാം ഞാൻ ഒറ്റക്ക്. നിങ്ങളൊക്കെയാണ് എൻ്റെ കൂട്ടുകുടുംബം. അപ്പം നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ ആയസ്സുള്ളിടത്തോളം കാലം ഇതിന് ഫണ്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഇതിന് സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വർഷവും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഫണ്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന്ന് ബാക്കോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഓരോ നാടുകളിലും ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ തുടക്കം ആരംഭിച്ചത് 2012 ചെറിയ ചെമ്പിലാണ്. ചെറിയ ചെമ്പിൽ നിന്ന് പിന്നെ ഒരു വട്ടച്ചെമ്പിലും കൂടിയാണ് ഉണ്ടാക്കിയത്. അതെ, ചെറിയ ചെമ്പ് ഈ ചെമ്പ്, എന്നിട്ട് ഈ വട്ടച്ചെമ്പും. ഇപ്പം ആ സ്ഥാനത്ത് കഴിഞ്ഞ കൊല്ലം വരെ ഈ ചെമ്പിലുമായിരുന്നു. അതായത് ഇപ്പോൾ ഉണ്ടാക്കുന്ന ചെമ്പിലും അതിലും നമ്മൾ കൊടുത്തിരുന്നു. ഇപ്പോൾ ഇക്കൊല്ലം നമ്മൾ ഈ ഒരു ചെമ്പിലാണ്, ഈ ചെറിയ ചെമ്പിലും ഈ ഒരു ചെമ്പിലും. അപ്പോൾ 2 ഭാഗത്തു നിന്നുള്ള നമ്മൾക്ക് സാമ്പത്തികം ഇല്ലാന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു ഇതൊക്കെയാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ 2 പ്രാവശ്യമേ ഉള്ളൂ അറിഞ്ഞപ്പോൾ പല പള്ളികൾക്കും കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു ചെമ്പ് കഞ്ഞി. അപ്പോൾ ബാക്കി ഇപ്പോൾ ഈ ഒരു ചെമ്പ് കഞ്ഞി നമ്മൾ വളാഞ്ചേരി പള്ളിക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യം ഉപയോഗിച്ചിരുന്ന സ്റ്റവ് ഇതാണ് ഫസ്റ്റിൽ വാങ്ങിയ സ്റ്റവ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ ചെമ്പ് ഇരിക്കാൻ പറ്റായിട്ട് ചെമ്പ് മറിഞ്ഞു വീഴുക. അപ്പോൾ ഇത്രയും കഞ്ഞി വെക്കുന്ന സമയത്ത് അപകടം അല്ലേ. അപ്പോഴാണ് ഞാനൊരു പുതിയ സ്റ്റവ് ഓർഡർ ചെയ്തിട്ട് പുതിയ സ്റ്റവ് ഉണ്ടാക്കി. ഈ ചെമ്പ് നമ്മൾ വേങ്ങരയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നമ്മൾ വരമ്പനാലിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ സ്റ്റവ്. ഇതിൻ്റെ ഈ സംഭവങ്ങളും ഇതിൻ്റെയൊക്കെ ചിലവുകളൊക്കെ നമ്മൾ തന്നെ ഇതുവരെ വഹിച്ച് ഞാൻ ഒറ്റയ്ക്ക് തന്നെ. ഇപ്പം ഈ വർഷം മാത്രമാണ് ഒരു സഹോദരൻ ഇത് നിർത്താന്ന് കണ്ടപ്പോൾ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് എന്നെ അറിയിക്കുകയും അതുപോലെ തന്നെ എന്നെ അറിയുന്ന ഒരു സുഹൃത്ത് ഇവിടെ ഉള്ള ആൾ എന്നോട് പറഞ്ഞ് ഒരു ചാക്കാരി അതിലേക്കുള്ള പിന്നെ ആഴ്ചയിൽ അതുപോലെ തന്നെ വേങ്ങരന്ന് ഒരു സഹോദരൻ എൻ്റെ കൂടപ്പുറപ്പ് ഞാൻ നാസർമാനിക്കും കൂടി വലിയ ബന്ധങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സഹോദരൻ കരീംക 1 കിൻഡൽ അരിക്കുള്ള കാശ് ഞാൻ തരാറിഞ്ഞ് അവരെയും കൂടി ചേർത്തിട്ട് നമ്മൾ 2 ദിവസമാക്കിയത്. അങ്ങനെയാണ് ഇപ്പോൾ 2 ദിവസമാക്കിയത്. ആഴ്ചയിൽ നമ്മൾ 2 ദിവസം കൊടുക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ അത് നമ്മൾ എത്ര കണ്ട് അരിയുണ്ട് അത്ര കണ്ടും വെച്ചു കൊടുക്കും. 10 ദിവസം നമ്മൾ ആഴ്ചയിൽ 2 ദിവസം കണക്കാക്കുന്നത്. പക്ഷേ 10 ദിവസം ആദ്യത്തെ ഒരു ദിവസം കൂട്ടിയിട്ട് ഇത് അവസാനം വരുമ്പോൾ ഒരു ദിവസത്തിനുള്ള കഞ്ഞിയുടെ അരിയും കൂടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. 10 ദിവസം ഇൻഷാ അല്ലാ. ഇനി ഇത് ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് എല്ലാ ദിവസവും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഫണ്ടില്ലാത്തതുകൊണ്ടാണ് ഈ എല്ലാ ദിവസവും കൊടുക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ്. പക്ഷേ ഫണ്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് കരീം ഖാൻ്റെ കഞ്ഞി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങൾ. ഇത് ഔഷധക്കഞ്ഞിയാണ്. മലബാർ ഏരിയയിൽ പറയുന്ന ജീരകക്കഞ്ഞി അതല്ലെങ്കിൽ ചീരക്കഞ്ഞി എന്നാണ് ഇതിന് പഴമക്കാർ പറഞ്ഞിരുന്നത്. അതിൻ്റെ അതിൻ്റെ ഔഷധങ്ങളും കൂട്ടുകളെല്ലാം കരീം ഖാനിലിട്ട് കഴിഞ്ഞു.
തേങ്ങ അരച്ചതൊഴിച്ചു, അതുപോലെ മസാലകൾ ഒഴിച്ചു. ഇനി അവസാന ഇളക്കലും അത് കഴിഞ്ഞ് വേപ്പില മല്ലിയില പോലത്തെ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കഞ്ഞി റെഡിയായി. കഞ്ഞിയുമായി പാചകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ ഇതാണ്. ഇനി ഇത് ആവശ്യക്കാർക്ക് നൽകുന്നതാണ്. അതും കഞ്ഞി വാങ്ങുന്നവരുടെ അഭിപ്രായങ്ങളും നമുക്ക് വീഡിയോയുടെ കൂടെ ചേർക്കാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ കരിമകനത്ത് എത്തിയിട്ടുള്ളത്. എന്താ പറയുള്ളത്? കരിമകന് കഞ്ഞി ഉഷാറാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പം തന്നെ പറയാനുള്ളൂ. കരിമാക്കാൻ്റെ ഒരു ഉദ്യമത്തിനെ പറ്റി എന്താ പറയുള്ളത്? എന്താ എല്ലാവർക്കും നല്ലൊരു കാര്യമാണ്. ഇത് കുടിച്ചാത്തൊരു എല്ലാ നാട്ടിലും ഇതേമാതിരി തുടങ്ങും. അതെ അതെ, എല്ലാരും ഇതേമാതിരി ഒരു കൈ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രചോദനമാവും നാട്ടിൽക്കും നാട്ടുകാർക്കൊക്കെ. നമ്മള് ഇതും ദാനധർമ്മമാണ്. ഈ നോമ്പിന് നല്ല ഇതാണ്, പ്രത്യേകിച്ച് റമദാൻ മാസല്ലേ. കരിമാക്കാൻ്റെ കഞ്ഞി വാങ്ങൽ എത്ര വർഷമായി തുടങ്ങി? 2 വർഷമായി. കഴിഞ്ഞ റമദാനിക്ക് 30 ഉണ്ടായിരുന്നു. അത് വളഞ്ഞ പള്ളിക്കൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്. നമ്മള് ഒരു തൂക്കാത്തിട്ട് വരും. അപ്പോൾ പള്ളിക്കുന്ന ഒരു വലിയൊരു പാത്രം തരും. അതാണ് ഞാൻ പോരാണ്. അപ്പൊ ആ പോണ വണ്ടിക്ക് തള്ളു കയറാമാതിരി. നിങ്ങള് എങ്ങനെയാണ്? ഞാനിപ്പോ 2ാമത്തെ പ്രാവശ്യമാണ്. രണ്ടാഴ്ചയായി വരവൊക്കെ. എങ്ങനെയുണ്ട് കരിമാക്കാൻ്റെ കഞ്ഞി? കഞ്ഞിയാണ് അത്. നോമ്പറക്കുമ്പോഴൊക്കെ കുടിച്ചാൽ അടിപൊളിയാണ്. ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല വാട്സപ്പിൽ മാത്രം ഇങ്ങനെ കാണലാണ്. ഇതുവരെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും കരിമാക്കാം, ഞാൻ മറുപടി കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഇതുള്ളൂ. ഇപ്പോൾ കഞ്ഞിക്ക് വരാൻ പറഞ്ഞ് 2 ആഴ്ചയായി വരവ് തുടങ്ങിയിട്ട്. അടിപൊളി കഞ്ഞി. നമ്മളെ അയൽവാസിക്ക് ഞാൻ ഇവിടുന്ന് വരണേ, ഇവിടുന്ന് കുറേ ദൂരത്ത് പൂക്കാട്ടി അവിടുന്ന് വരണേ. അപ്പോൾ അടിപൊളി കഞ്ഞിയാണ്, എല്ലാവരും വന്ന് വാങ്ങുക. മോനിവിടെ മുന്നേ കഞ്ഞി വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് വരും. എങ്ങനെയുണ്ട് കരിമാക്കാൻ്റെ കഞ്ഞിയൊക്കെ? സൂപ്പറാണ്. സനി കൃഷ്ണ. മോന് കരിമാക്കാൻ്റെ കഞ്ഞി എല്ലാ ദിവസവും ഒന്ന് വാങ്ങലുണ്ടോ? ഇടയ്ക്ക്. എങ്ങനെയുണ്ട് കരിമാക്കാൻ്റെ കഞ്ഞി? സൂപ്പറാണ്. ഇതിപ്പോ കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ ദിവസവും കിട്ടിയിരുന്നില്ലേ? ഇപ്രാവശ്യം ആഴ്ചയിൽ 2 ദിവസമുള്ളൂ അല്ലേ? അപ്പൊ ആ ഒരു സങ്കടം ഉണ്ട് അല്ലേ? ഇവിടെ സ്ഥിരമായിട്ട് കഞ്ഞി എങ്ങനെയുണ്ട്? എന്താണ് ഇതിനെ പറ്റി അഭിപ്രായം? ഇതുവരിപ്പം ഓരോ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. കാരണം എല്ലാ മാസം കഴിഞ്ഞ പ്രാവശ്യം 10 വാങ്ങിയിട്ട് എല്ലാ കൊല്ലം വാങ്ങിയിട്ട്. എത്ര വർഷമായി ഇപ്പോൾ വാങ്ങാൻ തുടങ്ങിയിട്ട്? 2-3 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് വാങ്ങുന്നുണ്ടല്ലേ? നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് കോമു. ഞാൻ കരീംഖാനെ കാണാനും കരീംഖാൻ്റെ കഞ്ഞി കുടിക്കാനാണ് ഇന്ന് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, മുക്കലപ്പീടി എന്ന സ്ഥലത്താണ്. ഇവിടെ കുറച്ച് ദൂരമുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ അടുത്താണ് ഇങ്ങനത്തെ ഒരു കഞ്ഞി ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഏരിയ ഇവിടെ ഉണ്ടെന്നും അറിയപ്പെടുന്നത്. മൂപ്പര് പഴയ കാലത്ത് ഗൾഫിലായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഉമ്മാൻ്റെ മരണം ഉണ്ടായി. പിന്നെ മൂപ്പരെ മരിച്ചു. ഇപ്പോൾ മൂപ്പര് ഒറ്റപ്പെട്ടിട്ടാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് മൂപ്പര് ഇത്ര റിസ്ക് എടുത്തിട്ട് മൂപ്പരെ കഴിവിനനുസരിച്ചിട്ട് ഈ ചീരാക്കഞ്ഞി പറഞ്ഞാൽ ഈ സംഭവം നാട്ടുകാർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് ഈ റമദാൻ മാസത്തിൽ വലിയൊരു പുണ്യം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ മൂപ്പരെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറയാനുള്ളൂ. കുഞ്ഞിപ്പോക്കൻ ഇവിടെ തന്നെ വീട്. മുന്നേ വന്നിട്ടുണ്ടോ? അതെ, നമ്മൾ കൊല്ലം വരുന്ന ആളാണ്. 12 കരിമൊക്കെ തുടങ്ങിയ മുതൽ ഉണ്ട്. എന്താ കഞ്ഞിനെ പറ്റി? ഉഷാറാണ്, അൽഹംദുലില്ലാ, ഹൈറാണ്. കഞ്ഞി മേടിക്കാൻ വരുന്നുണ്ട്. എന്താ കരിമക്കൻ്റെ കഞ്ഞിനെ പറ്റിയ അഭിപ്രായങ്ങളാ? നല്ല രസം, കുഴപ്പമില്ല. എത്ര വർഷം ഇത് മേടിച്ചിട്ട് ഞാൻ വന്ന പിന്നെ തന്നെ മേടിക്കല്. എത്ര വർഷം? 3 കൊല്ലമായി. 3 കൊല്ലമായി. നിങ്ങൾ എത്ര കഞ്ഞി രണ്ട് മൂന്നല്ലായിട്ട്. എങ്ങനെയുണ്ട്? ആ ഭാഗത്തുനിന്ന് ഞാൻ അവിടെ ബൈക്കുള്ളില്ല, വെറുതെ ഇല്ല. ഞാൻ കുറച്ചൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. തന്നെ സന്തോഷം തന്നെ. ഒക്കെ വലിയ ഹൈർ സന്തോഷം. തുടങ്ങിയ മുതലുണ്ട്. എന്താണ് ഇതിനെ പറ്റി? നല്ല അഭിപ്രായമാണ്. നല്ല കാര്യമാണ്.
ഇപ്രാവശ്യം കഞ്ഞി ഉണ്ടാവില്ല എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മള് കാറ്റിനാണ് വരുന്നത്, നമ്മളറിയില്ല. ഇവിടെ വരുമ്പോഴൊക്കെ അറിയാം. ഉള്ളതിനനുസരിച്ച് നമ്മൾ വരിക, വാങ്ങി പോവുക, നമ്മൾ സന്തോഷം. സച്ചു കഞ്ഞി ഇവിടെ സ്ഥിരമായിട്ടൊന്നും വാങ്ങലുണ്ടോ? എങ്ങനെയുണ്ട് കരിമകന്റെ കഞ്ഞി? സൂപ്പറാണ്. ആശയ്ക്ക് ഈ സ്ഥിരമായിട്ട് ഇവിടുന്ന് കഞ്ഞി വാങ്ങലുണ്ടോ? ഇവിടെ ഉള്ള ദിവസങ്ങളൊക്കെ വന്നിട്ട് എങ്ങനെയുണ്ട് കരിമകന്റെ കഞ്ഞി? അടിപൊളിയാ. സ്ഥിരമായിട്ട് നിങ്ങളുടെ പേര്? എൻ്റെ പേര് നൂറ്. സ്ഥിരമായിട്ട് കഞ്ഞി വാങ്ങിയാണ്. എങ്ങനെയുണ്ട് കരിമകന്റെ കഞ്ഞി? കുഴപ്പമില്ല. കരിമക 12 വർഷമായാലും ഇത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പറയുന്നത് കുഴപ്പമില്ല, നല്ല അഭിപ്രായം തന്നെ. എൻ്റെ പേര് സൈനുദ്ദീൻ, അതായത് സൈനുദ്ദീൻ. എന്താ കരിമകന്റെ കഞ്ഞിനെ പറ്റി? കഞ്ഞി നല്ല കഞ്ഞി, സൂപ്പർ കഞ്ഞി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരവ്? നമ്മളിവിടെ എല്ലാ ദിവസമൊക്കെ വരവുണ്ട്. പ്രാവശ്യം കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ ദിവസം ഉണ്ടായിരുന്നു. പ്രാവശ്യം ഫണ്ട് കുറവായ കാരണേ ആഴ്ചയിൽ 2 പ്രാവശ്യമല്ലോ പ്രാവശ്യം. ആഴ്ചയിൽ 2 പ്രാവശ്യം കിട്ടണമെന്നുള്ളൊരു സങ്കടം ഉണ്ട് പ്രാവശ്യം. അതില്ല, അതല്ല. അപ്പോൾ പിന്നെ ഫണ്ട് ഇല്ലാതെ മൂപ്പർ പറഞ്ഞിരിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം തന്നാലേ കഴിഞ്ഞല്ല ഇതവരൊക്കെ എല്ലാ ദിവസവും 30 ദിവസം ഉണ്ടായില്ല. ആ മൂപ്പർ അതിങ്ങനെ പറഞ്ഞിരിക്കണേ. ഇവിടെ കറക്റ്റ് അറിയില്ല. എല്ലാ വർഷവും വാങ്ങാറുണ്ട്. കുഴപ്പമില്ല. കഞ്ഞി ഉഷാർ കഞ്ഞിയാണ്. പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞ് വന്ന് കുടിച്ചാൽ റാഹത്താണ്. ആകെ മനസ്സിന് ശരീരത്തിന് സുഖമാണ്. എല്ലാം കൊണ്ടും നല്ലതാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കും. ആരും വന്നു എല്ലാവരും ക്ഷണിക്കണം. അത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഇപ്പോൾ വ്യാഴാഴ്ചയും ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ആളൊക്കെ വരുന്നുണ്ട്. എങ്ങനെ ഇവിടുന്ന് എത്രയായി കഞ്ഞി വാങ്ങുന്നത്? എങ്ങനെയുണ്ട് കഞ്ഞി? കഞ്ഞി നന്നായിട്ട് മാത്രമല്ല, നമ്മൾ നോമ്പറക്കാനും കുടിക്കാനും ഒക്കെ വലിച്ചൊക്കെ നമ്മൾ ഇതന്നെ കഴിക്കുന്നത്. വേറെ റാഹത്തായിട്ട് നല്ല കിട്ടുന്നുണ്ട്. കരീംക്ക വർഷങ്ങളോളമായി തുടങ്ങിയിട്ട് അന്ന് മുതൽ ടൗൺ ജുമാ മസ്ജിദ്, വളാഞ്ചേരി ടൗൺ ജുമാ മസ്ജിദിലേക്കുള്ള കഞ്ഞിയാണ് ഈ കൊണ്ടുപോകുന്നത്. കരിമകന്റെ കഞ്ഞി പറ്റി എന്താ പറയുള്ളത്? കഞ്ഞി സൂപ്പർ കഞ്ഞിയാണ്. കൊല്ലം തോറും കൊണ്ടുവരുന്ന കഞ്ഞി അടിപൊളി കഞ്ഞിയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തിയിട്ട്, അതുപോലെ മരണപ്പെട്ടു പോയവർക്ക് ഒരു കരീമെന്നല്ല, കരീമിന്റെ കുടുംബം എന്നല്ല, നാട്ടുകാർക്ക് എല്ലാവർക്കും, ആരൊക്കെ കുടുംബങ്ങൾ, വിദേശത്തുള്ളവർ, സ്വദേശത്തുള്ളവർ, പല രാജ്യങ്ങളിലുള്ളവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടുകൂടിയ ഫസ്റ്റ് നോമ്പിന് ഇത് നമ്മൾ ഉദ്ഘാടനം ചെയ്യും. അതും കഴിഞ്ഞ് ഇത് വിളമ്പി കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എല്ലാവർക്കും പ്രാർത്ഥന. ഇതിൽ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഇതിനു വേണ്ടി എന്നെ ആത്മാർത്ഥമായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇതാരൊക്കെ കൈവച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പ്രാർത്ഥനയും. അത് മാത്രമല്ല, അത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അള്ളാഹു ഇത് എൻ്റെ മരണം വരെ, ആയുസ് ആരോഗ്യം വരെ കൊടുക്കാനുള്ള ആഫിയത്ത് എനിക്ക് അള്ളാഹു നൽകുമാറാട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യും. നിങ്ങളും ഇത് കേൾക്കുന്നവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബം രാവിലെ മുതൽ ഇതിനു വേണ്ടിയിട്ട്, എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ രാവിലെ തേങ്ങ 10-25 തേങ്ങ ചിരവണം, മല്ലി, ഇതിലേക്ക് വേണ്ട മസാല ഒക്കെ അരച്ചുണ്ടാക്കണം. അതൊക്കെ കുടുംബം ഞാനും കൂടി ഒന്നിച്ചിരുന്ന് രാവിലെ 8 മണി വരെ തുടങ്ങും. 12 മണി വരെ. ഞങ്ങളിപ്പോൾ പങ്ങള് മരണപ്പെട്ടുകൊണ്ടാണ് ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഞാനെല്ലാം 12 മണി വന്നിട്ട് ഇവിടെ 1 മണിക്ക് സ്റ്റവ് എത്തിക്കും. 1 മണിക്ക് സ്റ്റവ് എത്തിച്ചു കഴിഞ്ഞാൽ 4 മണി അസർ നിസ്കാരത്തോട് കൂടി ഇത് കൊടുക്കൽ ആരംഭിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പതിവ്. ഇത് 12 കൊല്ലമായ 2012 തുടങ്ങി വെച്ചതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ ഇന്ന് വരെ എത്തിപ്പോയി. നാളത്തെ കാര്യം എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം കൊടുക്കാനും ഇതെല്ലാം വാങ്ങിക്കൊണ്ടുപോകാനും ഇതിനൊക്കെ കുടിക്കുന്നവർക്ക് ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. ഇതിൻ്റെ ഒക്കെ സഹായിക്കുന്നവർക്കും പ്രതിഫലം നൽകും. ഇത് കുടിക്കുന്ന നിയ്യത്ത് വെച്ച് കുടിക്കുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു വരണമെങ്കിൽ ഇവിടെ കൊടുക്കൽ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ ഉള്ളത് പശന്നൂരാണ്. കരീംക്ക തൻ്റെ കഞ്ഞി വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഞ്ഞി പാചകം ചെയ്യുന്നത് മുതലുള്ള വീഡിയോ നമ്മൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഇത്തവണ കഞ്ഞി വിതരണം ചെയ്യുന്നതെന്നും കഴിഞ്ഞ 11 വർഷത്തോളം സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നെടുത്താണ് കഞ്ഞി വിതരണം ചെയ്തിരുന്നതെന്നുമാണ് കരീംക്ക പറഞ്ഞത്. ഏകദേശം
നൂറുകണക്കിന് ആളുകൾ നിത്യവും ഈ കഞ്ഞി ഏറ്റുവാങ്ങുന്നതിന് വരുന്നുണ്ട്. ഇനിയും ഒരുപാട് കാലം ഇത്തരം സൽപ്രവർത്തികളുമായി മുന്നോട്ട് പോകാൻ കരീംകാക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.